കടുത്ത വേനൽ ഉരുകിയൊലിക്കുന്ന രാജ്യ തലസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: കുടിവെള്ളക്ഷാമം. തുള്ളി വെള്ളത്തിനായി ജനങ്ങൾ തെരുവിൽ പരസ്പരം തല്ലുകൂടുന്നു. ടാങ്കർ ലോറികൾക്ക് പിന്നാലെ കിലോമീറ്ററുകൾ ഓടുന്നു. എന്നാൽ ഈ കടുത്ത പ്രതിസന്ധിക്ക് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത കണ്ടെത്തിയ ശാസ്ത്രീയമായ കാരണം കേട്ടാൽ ആരും ഒന്ന് നെറ്റിച്ചുളിക്കും, അല്ലെങ്കിൽ തലയിൽ കൈവച്ചു പോകും. പൈപ്പിലൂടെ വരുന്ന വെള്ളം ചൂട് കാരണം വഴിയിൽ വെച്ച് ആവിയായി പോകുന്നു. അതാണത്രേ ഡൽഹിയിലെ ജലക്ഷാമത്തിന് കാരണം. BJP വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ ഈ വിചിത്രമായ ബാഷ്പീകരണ സിദ്ധാന്തം ഇപ്പോൾ രാജ്യവ്യാപകമായി വലിയ രാഷ്ട്രീയ, സാമൂഹിക, മാധ്യമ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രതിപക്ഷ മുഖ്യമന്ത്രിയുടെ ശാസ്ത്രബോധത്തെ പരിഹസിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്? വേനൽക്കാലത്ത് ജലക്ഷാമം പതിവാണ്. എന്നാൽ ഇത്തവണ ഭരണം കൈയാളുന്ന BJPയും മുഖ്യമന്ത്രി രേഖ ഗുപ്തയും പ്രതിരോധത്തിലായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം വാക്കുകൾ കൊണ്ടാണ്. ഒരു പാർട്ടി പരിപാടിക്കിടെ ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പുതിയ ശാസ്ത്രം അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് കടുത്ത ജലക്ഷാമമാണ്. ഇത്രയും വലിയ ചൂടുള്ളപ്പോൾ വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ കുറച്ചൊക്കെ വഴിയിൽ വെച്ച് ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ വെള്ളത്തിന് ഇത്രയും ക്ഷാമം അനുഭവപ്പെടുന്നത്. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വലിയ ട്രോളുകളും വിമർശനങ്ങളുമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിക്ക് ശാസ്ത്രബോധമില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. കോൺഗ്രസ് വക്താവ് രാഗിണി നായിക് മുഖ്യമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ്: ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ജലക്ഷാമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണിത്. വിഡിത്തത്തിന് ഒരു അതിരൊക്കെയുണ്ട്. മുൻ ആം ആദ്മി പാർട്ടി മന്ത്രി സൗരഭ് ഭരദ്വാജും ഇതേ ചൊല്ലി ഭരണപക്ഷത്തെ ചോദ്യം ചെയ്തു. പ്രമുഖ ആക്ടിവിസ്റ്റും അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. മുൻപ് ഗട്ടർ ഗ്യാസിൽ നിന്ന് ചായ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമായി നിരവധി ശാസ്ത്രജ്ഞരെയാണ് ഇത്തരം ചിന്താഗതികൾ സൃഷ്ടിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. മുൻപ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് അളക്കുന്ന മെഷീനുകളിൽ വെള്ളം തളിച്ച് വാർത്തകളിൽ ഇടം നേടിയ ആളാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്തയെന്നും പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചൂട് കൂടുമ്പോൾ ജലാശയങ്ങളിൽ നിന്നും തുറന്ന കനാൽ സംവിധാനങ്ങളിൽ നിന്നും വെള്ളം ബാഷ്പീകരിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു നഗരത്തിലെ കുടിവെള്ള വിതരണ ശൃംഖലയെ പൂർണ്ണമായി തകർക്കാൻ മാത്രം ബാഷ്പീകരണം വഴിയിൽ വെച്ച് നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡൽഹി നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി മറ്റൊന്നാണ്: അശാസ്ത്രീയമായ ജലവിതരണം, വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ ആവശ്യകതയും, പൈപ്പ് ലൈനുകളിലെ ചോർച്ചയും വെള്ളം മോഷ്ടിക്കപ്പെടുന്നതും, ഹരിയാന പോലുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജലവിഹിതം കൃത്യമായി ലഭിക്കാത്തത്, ഭൂഗർഭ ജലനിരപ്പ് വന്നിടിവ്. ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം പ്രകൃതി പ്രതിഭാസമായ ബാഷ്പീകരണത്തിന് മേൽ കുറ്റം ചുമത്തി കൈകഴുകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്ത് മുതൽ രേഖ ഗുപ്ത പല വിവിധ വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് മുൻപ് അവർ നടത്തിയ പ്രസ്താവനകളും വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഡൽഹിയിലെ സാധാരണക്കാരൻ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നിരുത്തരവാദപരമായ പ്രതികരണങ്ങൾ ജനങ്ങൾക്കിടയിലും വലിയ അമർഷത്തിന് കാരണമാകുന്നുണ്ട്. ടാങ്കർ മാഫിയകൾ നഗരം ഭരിക്കുമ്പോൾ ശാസ്ത്രീയമായ പരിഹാരങ്ങളാണ് ഡൽഹി ജനത പ്രതീക്ഷിക്കുന്നത്, ഇത്തരം വിചിത്ര സിദ്ധാന്തങ്ങളല്ല. ശാസ്ത്രം വളരെയേറെ മുന്നോട്ട് പോയ 21ാം നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. ഭരണാധികാരികളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിസന്ധികൾ കൃത്യമായ പരിഹാരങ്ങളാണ്. പൈപ്പിലൂടെ വരുന്ന വെള്ളം വായുവിൽ ആവിയായി പോകുന്നു എന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ ഈ കണ്ടെത്തൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ പോലും പ്രതിപക്ഷം വലിയ ആയുധമാക്കുമെന്നുറപ്പാണ്. വിചിത്രമായ ന്യായീകരണങ്ങൾക്കപ്പുറം ഡൽഹിയിലെ സാധാരണക്കാരുടെ ദാഹമകറ്റാൻ എന്ത് ഭരണകൂടത്തിന് കഴിയും എന്ന ചോദ്യം ബാക്കിയാവുന്നു.